നമസ്കാരം. വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് NCR 17. NCR 17 എന്ന് പറഞ്ഞത് കേരളത്തിൽ ഒരു പക്ഷേ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നേന്ത്രനാണിത്. ഇത് CB റോസ് എന്ന വാഴയും നേന്ത്രൻ വാഴയും കൂടെ ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത വാഴ ഇനമാണിത്. ഇത് നമ്മുടെ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന, അതായത് കേന്ദ്ര വാഴ ഗവേഷണ കേന്ദ്രം തൃച്ചി വികസിപ്പിച്ചെടുത്ത വാഴയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് തടപ്പുഴുവിൻ്റെ അസുഖം വളരെ കുറവാണ്. മാത്രമല്ല, കണ്ടില്ലേ, ഏത്തവാഴ കൊല വാഴയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കാറ്റിനെ പ്രതിരോധിക്കാനുള്ള അപാര ശക്തിയുണ്ട്. മാത്രമല്ല, ഇത് എൻ്റെ 4ാമത്തെ കൊലയാണ് ഒരു വാഴയുടെ മൂട്ടിൽ നിന്ന്. സാധാരണ ഏത്തവാഴയ്ക്ക് നമ്മൾ ഒരു കൊല വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി നടുകയാണ് പതിവ്. ഇത് 2 വർഷത്തിനിടയ്ക്ക് 4ാമത്തെ കൊലയാണിത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൊല കുറച്ച് ചെറുതാണ്, 4 പടലേ ഉള്ളൂ. ശരാശരി 7 മുതൽ 10 പടല വരെ കിട്ടും. 15 മുതൽ 30 കിലോ വരെ തൂക്കവും കിട്ടും. നല്ല മധുരമുള്ള പഴമാണ്. ഇതിൻ്റെ ടിഷ്യൂ കൾച്ചർ തൈകൾ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാനയിൽ റെഡിയായി വരുന്നുണ്ട്. മിക്കവാറും കേരളത്തിലുള്ള ജനങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് സാധ്യത. എൻ്റെ അടുത്ത് ഒരു 2 മാസം കഴിഞ്ഞാൽ വാഴക്കന്നല്ല ടിഷ്യൂ കൾച്ചർ വാഴ മിക്കവാറും ഉണ്ടാകും. ഇതിൻ്റെ കൂമ്പും നല്ല രസമാണ് കാണാൻ. ഞാൻ മനഃപൂർവ്വം കൂമ്പൊടിക്കാതെ വിട്ടയ്ക്കുകയാണ്. ഇതിന് ഞാൻ ചെയ്തത്, ആദ്യം ചാണകപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞ് യൂറിയ, പൊട്ടാഷ്, ഫാക്ടംഫോസ് എന്നിവ ചെയ്തു. ഏകദേശം 7 മുതൽ 8 മാസം വരെ എടുത്ത് കുലച്ചു. ഇത് ഏകദേശം 60 ദിവസമായി. ഇനി 30 ദിവസം കൂടെ വേണം മൂപ്പെത്താൻ. നല്ല മധുരം, ഒരിക്കൽ കഴിച്ചാൽ ഈ പഴം മറക്കില്ല. നല്ല മധുരമുള്ള നേന്ത്രപ്പഴമാണ്. നമുക്ക് മറ്റൊരു വാഴ വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.